സിബിൽ സ്കോർ കർഷകരുടെ നട്ടലൊടിക്കുകയാണെന്ന് കർഷകനും ചലച്ചിത്ര താരവുമായ കൃഷ്ണപ്രസാദ്. തകഴിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദ് ഇതിന്റെ ഇരയാണ്. സർക്കാർ നെല്ലിന് തരുന്ന വില ലോണായി തരുന്നത് ഇരട്ടി പ്രഹരമാകുന്നുവെന്നും കൃഷ്ണപ്രസാദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമ്മളിപ്പം കർഷകനും ചലച്ചിത്ര താരവുമായ കൃഷ്ണപ്രസാദ് ചേരുന്നുണ്ട്. ഈ കർഷകരുമായി ബന്ധപ്പെട്ട പണം കിട്ടാൻ സമയത്തൊക്കെ നമ്മൾ ഈ സിബിൽ സ്കോറിനെ കുറിച്ച് ആദ്യഘട്ടം മുതൽ താങ്കൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഈ സിബിൽ സ്കോർ കർഷകർക്ക് വില്ലനായി മാറുന്നത്? നമ്മളൊരു ഉൽപ്പന്നം കൊടുത്താൽ അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടത് ആരാണോ നമുക്ക് തരാനുള്ളത് അവർ തരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് സർക്കാരിനാണ്. സപ്ലൈകോയാണ് സർക്കാരിന് വേണ്ടി ഇതെടുക്കുന്നത്. അപ്പം ഗവൺമെൻറ്റാണ് ഇതിനകത്ത് ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഈ ഗ്യാരണ്ടി പക്ഷേ ഗവൺമെൻറ് കൊടുക്കുന്നെങ്കിലും ബാങ്ക് ഞങ്ങളോട് എഴുതി മേടിക്കുന്ന ഒരു 10-25 പേപ്പറുണ്ട്. ആ പേപ്പറിനകത്ത് മൊത്തം ഗവൺമെൻറ് ഇത് അടച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണെന്നും ഞങ്ങളുടെ ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യാനുള്ള അവകാശം ബാങ്കിനുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ എഴുതി ഒപ്പിടുക. ഇത് ഗവൺമെൻറ് കൃത്യമായിട്ട് അടയ്ക്കാതെ വരുമ്പോൾ ഈ പാവം പിടിച്ച കൃഷിക്കാർ അവിടെ ബാങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഇന്ന് വരെ എനിക്ക് വായ്പ ഒന്നും ഇല്ലെന്നും പറഞ്ഞ് അവിടെ ബാങ്കിൽ ചെല്ലുമ്പോൾ അറിയുന്നത് എനിക്ക് തന്നിരിക്കുന്ന പൈസ ഇത് വായ്പയാണെന്നും ഇത് പൈസ അടയ്ക്കാത്ത കാരണം സിബിൽ സ്കോർ പലർക്കും നഷ്ടപ്പെട്ടു എന്നുള്ളത് അറിയപ്പെടുന്നത് ആ സമയത്താണ്. ഇതേ അനുഭവം തന്നെയാണ് തകഴിയിലൊരു പ്രസാദ് എന്ന് പറഞ്ഞൊരു കർഷകൻ. അയാൾക്ക് സംഭവിച്ചതും ഇത് തന്നെ. അയാൾക്ക് സിബിൽ സ്കോർ നഷ്ടപ്പെട്ടു. അയാൾ അടുത്ത കൃഷിയിലേക്ക് ഒരു ലോൺ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ നിങ്ങൾക്ക് ലോണുണ്ട്, നിങ്ങൾക്ക് സിബിൽ സ്കോർ നഷ്ടപ്പെട്ടിരിക്കുക, ഇനി ലോൺ തരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ വാതിലടച്ചു. ആ വാതിലടച്ചുകൊണ്ടാണ് തകഴിയിലെ പ്രസാദ് കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥ വന്നത്. അപ്പോൾ സിബിൽ സ്കോറിൻ്റെ ഒരു പരിണിത ഫലത്തിലുള്ള ഒരു ജീവഹാനിയാണ് നമ്മുടെ മുന്നിലുള്ള പ്രസാദ് പോലും. ഇതിലൊരു ഇടപെടൽ ഉണ്ടാകണം. ഈ സിബിൽ സ്കോർ മാറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു ലോണിന് മറ്റ് ക്രൈറ്റീരിയയിലേക്ക് പോകണം എന്നുള്ളതിനല്ലേ കർഷകർ? തീർച്ചയായിട്ടും ലോൺ ഞങ്ങൾക്ക് എന്തിനാ ലോൺ തരുന്നേ? നെൽകർഷകർക്ക് എന്തിനാണ് ഞങ്ങളുടെ മൂല്യം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ നെല്ല് കൊടുത്താൽ ഞങ്ങൾക്ക് എന്തിനാണ് ലോൺ തരുന്നത്? ഞങ്ങളുടെ മൂല്യത്തിൻ്റെ തുകയെങ്കിൽ തന്നാൽ പോരെ. അല്ലാതെ ഞങ്ങൾ അതിനേക്കാൾ കൂടിയ എമൗണ്ടോ കുറഞ്ഞ എമൗണ്ടോ ഒന്നും അല്ല ചോദിക്കുന്നത്. ഈ വായ്പ തരുന്ന പദ്ധതി സർക്കാർ ഒന്ന് മാറ്റിയെടുത്ത് ഒരു റിവോൾവിംഗ് ഫണ്ട് ഈ പറഞ്ഞ നെൽകൃഷിക്കും കൃഷിക്ക് പൊതുവായിട്ട് പ്രോത്സാഹിപ്പിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വഴികൾ കാണിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമാവും. ഈ ഉള്ളവരും കൂടെ ഇതൊക്കെ നിർത്തി ബൈ പറയും. അത് തന്നെയാണ്. അതായത് ഈ സിബിൽ സ്കോറും സർക്കാരും ഒക്കെ ചേർന്ന കർഷകരുടെ നടു ഒടിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് കർഷകൻ കൂടിയായ കൃഷ്ണപ്രസാദ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണം എന്നുള്ളത് തന്നെയാണ് കർഷകൻ ആവശ്യപ്പെടുന്നത്. കാരണം ഈ കർഷകരുടെ മരണത്തിലേക്ക് പോലും ഈ സിബിൽ സ്കോർ കുറയുന്നതും ഒക്കെ കാരണമാകുന്നു എന്നൊരു സാക്ഷ്യപ്പെടുത്തൽ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 300-നും 900-നും ഇടയിലുള്ള ഒരു 3-അംഗ സംഖ്യയായിരിക്കും സിബിൽ സ്കോർ. ഇതാണ് നമ്മുടെ ക്രെഡിറ്റ് യോഗ്യതയെ നിശ്ചയിക്കുന്നത്. ഏറ്റവും മോശം സിബിൽ റേറ്റ് എന്ന് പറയുന്നത് 300 അപ്പോൾ അത് 400-ഉം 500-ഉം ഒക്കെയായി നിൽക്കുന്ന ആളുകളാണ് വലിയ രീതിയിൽ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വായ്പാ തിരിച്ചടവിൽ കാലതാമസം വരുത്തുക, ക്രെഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളിൽ തെറ്റുകൾ കടന്നുകൂടുക, കുറഞ്ഞ കാലയളവിൽ ഒന്നിലധികം ലോണുകൾക്ക് അപേക്ഷിക്കുക, ക്രെഡിറ്റ് കാർഡുകൾ മാക്സിമം ലിമിറ്റിലെത്തുക, ഇതെല്ലാം സിബിൽ റേറ്റിംഗിനെ മോശമായി ബാധിക്കുന്ന ഘടകമാണ്. അപ്പോൾ നമ്മൾ കൃത്യമായി നമ്മുടെ വരവ് ചെലവുകൾ നിയന്ത്രിക്കുകയും നമ്മൾ എടുക്കുന്ന ലോണുകളുടെ തിരിച്ചടവുകൾ അടക്കം അത് നമുക്ക് അടച്ചു തീർക്കാൻ കഴിയുന്ന നമ്മുടെ സാമ്പത്തികത്തിന്റെ പരിധിയിൽ നിൽക്കുന്നതാണോ എന്ന് കൂടി മനസ്സിലാക്കി വേണം ലോണുകൾ എടുക്കാൻ. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു അപാകത നമ്മുടെ സ്കോറിനെ, മുന്നോട്ടുള്ള സാധ്യതകളെ ബാധിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണമെന്നൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്.